ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമായിട്ടുള്ള അൺഅക്കാദമിയിൽ കേരള PSCയുമായി ബന്ധപ്പെട്ട കൂടുതൽ ക്ലാസുകൾ അപ്ഡേറ്റ് ചെയ്തു വരികയാണ്. ഈ പ്ലാറ്റ്ഫോമിൽ ഞാൻ ക്ലാസ്സുകൾ എടുക്കുന്നത് സുധീഷ് രാഘവൻ എന്ന പ്രൊഫൈൽ നെയിമിലാണ്. ഇനിയും എന്നെ ഫോളോ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓരോ കോഴ്സും നിങ്ങൾ എൻറോൾ ചെയ്യുക, അതുപോലെ റേറ്റ് ചെയ്യുക, റിവ്യൂ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. ഓരോ വീഡിയോയും നിങ്ങൾ കൂടുതൽ കൂട്ടുകാരുമായിട്ട് മാക്സിമം ഷെയർ ചെയ്യണം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും PSC 360യിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് കെമിസ്ട്രിയിൽ നിന്നുള്ള ഏതാനും ചില മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. സിവിൽ പോലീസ് ഓഫീസർ, അസിസ്റ്റന്റ് ഗ്രേഡ് കമ്പനി കോർപ്പറേഷൻ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്നീ പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന കൂട്ടുകാർക്ക് ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു. ആസിഡ് ഫൗണ്ട് ഇൻ ടൊമാറ്റോ. ഓപ്ഷൻസ്: ടാർട്ടാറിക് ആസിഡ്, ഓക്സാലിക് ആസിഡ്, മാലിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഓക്സാലിക് ആസിഡ്. ഓക്സാലിക് ആസിഡ് ആണ് തക്കാളിയിൽ കാണപ്പെടുന്നത്. ചോദ്യം എന്തായിരുന്നു? തക്കാളിയിൽ കാണപ്പെടുന്ന ആസിഡ് എന്താണ്? ഉത്തരം ഓക്സാലിക് ആസിഡ്. ഓക്സാലിക് ആസിഡ് തക്കാളിയിൽ മാത്രമല്ല, ബനാന, ഒനിയൻ, ചോക്ലേറ്റ്, അതായത് വാഴപ്പഴം, ഉള്ളി, ചോക്ലേറ്റ്, ഇതിലെല്ലാം കാണപ്പെടുന്ന ആസിഡും ഓക്സാലിക് ആസിഡ് തന്നെയാണ്. വസ്ത്രങ്ങളിലെ കറ കളയാനായിട്ട് ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതും ഓക്സാലിക് ആസിഡ് ആണ്. ടാർട്ടാറിക് ആസിഡ്, ടാമരിൻഡ്, ഗ്രേപ്സ്, വാളംപുളി അഥവാ ടാമരിൻഡ്, മുന്തിരി, ഇതിലൊക്കെ കാണപ്പെടുന്ന ആസിഡ് ടാർട്ടാറിക് ആസിഡ് ആണ്. സിട്രിക് ആസിഡ്, ലെമൺ, ഓറഞ്ച്, നാരങ്ങ, ഓറഞ്ച്, ഇതിലെല്ലാം കാണപ്പെടുന്ന ആസിഡ് സിട്രിക് ആസിഡ് ആണ്. ഇത്തരം ഫലങ്ങളെ സിട്രസ് ഫ്രൂട്ട്സ് എന്നാണ് പറയുന്നത്. ഇത്തരം പഴങ്ങൾ സിട്രസ് ഫ്രൂട്ട്സ് എന്നാണ് അറിയപ്പെടുന്നത്. വിറ്റാമിൻ C ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് ആണ് സിട്രസ് ഫ്രൂട്ട്സ്. മാലിക് ആസിഡ്, ആപ്പിളിൽ കാണപ്പെടുന്നതാണ് മാലിക് ആസിഡ്. ലാക്റ്റിക് ആസിഡ്, മിൽക്ക് കേർഡ്, പാലിലും പാലുൽപ്പന്നങ്ങളിലും, അതായത് തൈര്, മോര്, അതുപോലെയുള്ള പാലുൽപ്പന്നങ്ങളിലൊക്കെ കാണപ്പെടുന്ന ആസിഡ് ലാക്റ്റിക് ആസിഡ് ആണ്. ദി മോസ്റ്റ് അബണ്ടന്റ് മെറ്റൽ ഇൻ യൂണിവേഴ്സ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: കോപ്പർ, അയേൺ, സിൽവർ, അലുമിനിയം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അയേൺ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഇരുമ്പാണ്. ഇനി മോസ്റ്റ് അബണ്ടന്റ് മെറ്റൽ ഇൻ എർത്ത് അഥവാ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ അതും ഇരുമ്പാണ്. ഭൂമിയുടെ ആകെ മാസിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ലോഹം ഇരുമ്പാണ്. ഭൂമിയുടെ ഭൂകാണ്ഡം അഥവാ കോർ പോലെയുള്ള ഉള്ളിലുള്ള ഭാഗങ്ങളിൽ ഉരുകിയ അവസ്ഥയിലാണ് ഇരുമ്പ് കാണപ്പെടുന്നത്. ഇൻ എർത്ത് ക്രസ്റ്റ്, മോസ്റ്റ് അബണ്ടന്റ് മെറ്റൽ ഇൻ എർത്ത് ക്രസ്റ്റ് എന്ന് ചോദിച്ചാൽ അത് അലുമിനിയമാണ്. അലുമിനിയമാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം. അത് കളിമണ്ണിലൊക്കെയാണ് കാണപ്പെടുന്നത്. അലുമിനിയം സിലിക്കേറ്റുകളുടെ രൂപത്തിലാണ് അലുമിനിയം ധാരാളമായിട്ട് ഭൂവൽക്കത്തിൽ കാണപ്പെടുന്നത്. മോസ്റ്റ് അബണ്ടന്റ് മെറ്റൽ ഇൻ എർത്ത് ക്രസ്റ്റ് എന്ന് ചോദിച്ചാൽ അലുമിനിയം, ഇൻ എർത്ത് എന്ന് ചോദിച്ചാൽ അയേൺ. മോസ്റ്റ് അബണ്ടന്റ് മെറ്റൽ ഇൻ ഹ്യൂമൻ ബോഡി. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം കാൽസ്യം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ളത് കാൽസ്യം എന്ന ലോഹമാണ്. അസ്ഥികളിലാണ് പ്രധാനമായിട്ടും കാൽസ്യം കാണപ്പെടുന്നത്. കാൽസ്യം ഫോസ്ഫേറ്റുകളുടെ രൂപത്തിലാണ് അസ്ഥികളിൽ കാൽസ്യം കാണപ്പെടുന്നത്. ദ പ്രോസസ് ഓഫ് കോട്ടിംഗ് സിങ്ക് വിത്ത് അതർ മെറ്റൽസ്. ഓപ്ഷൻസ്: ഗാൽവനൈസേഷൻ, സബ്ലിമേഷൻ, റിഡക്ഷൻ, ഫെർമെന്റേഷൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഗാൽവനൈസേഷൻ. ലോഹങ്ങളിൽ സിങ്കിന്റെ കോട്ടിംഗ് നൽകുന്ന പ്രോസസ്സിന്റെ പേരാണ് ചോദിച്ചത്. അത് ഗാൽവനൈസേഷൻ എന്നറിയപ്പെടുന്നു. സാധാരണയായിട്ട് ഇരുമ്പ് തുരുമ്പ് പിടിക്കാതിരിക്കാനായിട്ട് സിങ്കിന്റെ കോട്ടിംഗ് നൽകാറുണ്ട്. അതിനെ ഗാൽവനൈസ്ഡ് അയേൺ എന്നാണ് വിളിക്കുന്നത്. GI പൈപ്പ്, GI റൂഫ് അല്ലെങ്കിൽ GI ഷീറ്റ്
ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഗാൽവനൈസ്ഡ് അയൺ എന്നാണ് അതിൻ്റെ പൂർണ്ണരൂപം. അതായത് ഇരുമ്പിന് പുറമെ ഒരു സിങ്കിൻ്റെ കോട്ടിങ് നൽകിയാൽ അത് തുരുമ്പ് പിടിക്കാതെ ഏറെ നാൾ നിലനിൽക്കും. അതാണ് ഗാൽവനൈസ്ഡ് അയൺ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ മറ്റു ലോഹങ്ങളുടെ ഉപരിതലത്തിൽ സിങ്കിൻ്റെ ഒരു ആവരണം, ഒരു കോട്ടിങ് നൽകുന്ന പ്രോസസ്സിന് പറയുന്നതാണ് ഗാൽവനൈസേഷൻ. ഇനി മറ്റു ഓപ്ഷനുകളിലെ പ്രോസസ്സുകൾ എന്താണെന്ന് നോക്കാം. സബ്ലിമേഷൻ, ദി കൺവേർഷൻ ഓഫ് എ സബ്സ്റ്റൻസ് ഡയറക്ട്ലി ഫ്രം സോളിഡ് ടു വേപ്പർ സ്റ്റേറ്റ് ഈസ് കോൾഡ് സബ്ലിമേഷൻ. ഒരു ഖരവസ്തു നേരിട്ട് വാതകാവസ്ഥയായി മാറുന്ന പ്രതിഭാസമാണ് സബ്ലിമേഷൻ. അതിനെ മലയാളത്തിൽ ഉത്പതനം എന്നാണ് പറയുന്നത്. ഉത്പതനം എന്ന് പറഞ്ഞാൽ സബ്ലിമേഷൻ. ഒരു ഖരവസ്തു നേരിട്ട് വാതകമായിട്ട് മാറുന്നത്. നമുക്കറിയാം, ഒരു ഖരവസ്തു അത് ചൂടാക്കി കഴിയുമ്പോൾ അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് കഴിയുമ്പോൾ നേരെ ദ്രാവകാവസ്ഥയിലേക്കാണ് മാറുന്നത്. അതിനുശേഷമാണ് വാതകാവസ്ഥയിലേക്ക് മാറുന്നത്. പക്ഷേ നേരിട്ടൊരു ഖരവസ്തു അത് വാതകമായിട്ട് മാറിയാൽ അത് പറയുന്നത് ഉൽപ്പതനം അഥവാ സബ്ലിമേഷനാണ്. ഉദാഹരണം, പാറ്റഗുളിക, നാഫ്തലിൻ എന്ന് പറയുന്ന പാറ്റഗുളിക, കർപ്പൂരം, ഇതൊക്കെ ഉൽപ്പതനം അഥവാ സബ്ലിമേഷൻ എന്ന പ്രതിഭാസത്തിന് വിധേയമാകുന്നുണ്ട്. റിഡക്ഷൻ, നിരോക്സീകരണം എന്നതിൻ്റെ വാക്കാണ് റിഡക്ഷൻ. എ കെമിക്കൽ റിയാക്ഷൻ ദാറ്റ് ഇൻവോൾവ്സ് ദ ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ് ഓർ ലോസ് ഓഫ് ഓക്സിജൻ. റിഡക്ഷൻ എന്ന് പറയുന്നത് അതൊരു കെമിക്കൽ റിയാക്ഷനാണ്. അതിൽ ഇലക്ട്രോണുകൾ നേടുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓക്സിജനെ നഷ്ടപ്പെടുത്തുന്നു. അതാണ് നിരോക്സീകരണം എന്ന് പറയുന്നത്. ലോസ് ഓഫ് ഓക്സിജൻ, അതാണ് നിരോക്സീകരണം, റിഡക്ഷൻ എന്ന് പറയുന്നത്. ഫെർമെൻറ്റേഷൻ, ഇറ്റ് ഈസ് എ മെറ്റബോളിക് പ്രോസസ് that consumes sugar in the absence of oxygen. The products are organic acids, gases or alcohol. അടുത്തത് ഫെർമെൻറ്റേഷൻ എന്നാണ് അടുത്ത ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇറ്റ് ഈസ് എ മെറ്റബോളിക് പ്രോസസ് ദാറ്റ് കൺസ്യൂംസ് ഷുഗർ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ. ഇതൊരു മെറ്റബോളിക് പ്രോസസ്സാണ്. ഓക്സിജൻ്റെ അഭാവത്തിൽ ഇത് ഷുഗറുമായിട്ട് പ്രവർത്തിച്ചിട്ട് മറ്റ് ഫോമിലേക്ക് മാറുന്നതാണ്, മറ്റു രൂപങ്ങളിലേക്ക് മാറുന്നതാണ് ഒരു പ്രോസസ്സാണ്. അതായത് പ്രോഡക്ട്സ് ആർ ഓർഗാനിക് ആസിഡ്സ്, ഗ്യാസസ് ഓർ ആൽക്കഹോൾസ്. ഷുഗറിനെ ഓക്സിജൻ്റെ അസാന്നിധ്യത്തിൽ മറ്റു രാസവസ്തുക്കളാക്കി മാറ്റുന്നു. അത് ഓർഗാനിക് ആസിഡ്സ് അല്ലെങ്കിൽ ഗ്യാസസ്, ആൽക്കഹോൾ, ഇങ്ങനെയുള്ള രൂപങ്ങളിലേക്ക് മാറ്റുന്നു. ഇതാണ് ഫെർമെൻറ്റേഷൻ. നമ്മളിതിനെ കിണ്വനം എന്നാണ് മലയാളത്തിൽ പറയുക. അതായത് പുളിപ്പിക്കൽ. ഫെർമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ പുളിപ്പിക്കലാണ്. ആൽക്കഹോളൊക്കെ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഫെർമെൻറ്റേഷനാണ്. ഈസ്റ്റ് അതുപോലെയുള്ള വസ്തുക്കളൊക്കെയാണ് ഈ ഫെർമെൻറ്റേഷന് ഉപയോഗിക്കുന്നത്. പഞ്ചസാരയിൽ ഈസ്റ്റ് പ്രവർത്തിച്ചിട്ട് ബാക്ടീരിയകളുടെ രാസപ്രവർത്തന ഫലമായിട്ട് ഓക്സിജൻ്റെ അഭാവത്തിലാണ് ഇങ്ങനെ ഒരു പ്രവർത്തനം നടക്കുന്നത്, ഫെർമെൻറ്റേഷൻ നടക്കുന്നത്. പ്രൊഡക്റ്റായിട്ട് വരുന്നത് ഓർഗാനിക് ആസിഡും ഗ്യാസസ്. അതിന് ഗ്യാസസ് പ്രധാനമായിട്ടും കാർബൺ ഡൈ ഓക്സൈഡാണ് പുറത്തു വരാനുള്ളത്. നമുക്കറിയാം, നമ്മൾ മാവ് പുളിപ്പിക്കുമ്പോൾ, ഈസ്റ്റ് ഉപയോഗിച്ചിട്ട് മാവ് പുളിപ്പിക്കുമ്പോൾ കുമിളകളൊക്കെ വരാറുണ്ട്. അത് കാർബൺ ഡൈ ഓക്സൈഡാണ് പുറന്തള്ളുന്നത്. അതാണ് ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്നത്. കെമിക്കൽ നെയിം ഓഫ് ആസ്പിരിൻ. ഓപ്ഷൻസ്: സോഡിയം തയോസൾഫേറ്റ്, അസറ്റൈൽ സാലിസിലിക് ആസിഡ്, മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ്, നൺ ഓഫ് ദി അബവ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അസറ്റൈൽ സാലിസിലിക് ആസിഡ്. ആസ്പിരിൻ്റെ കെമിക്കൽ നെയിമാണ് ചോദിച്ചത്. ഇത് പല പരീക്ഷകൾ ആവർത്തിച്ച് ചോദിക്കാറുണ്ട്. അസറ്റൈൽ സാലിസിലിക് ആസിഡ് എന്നാണ് ഇതിൻ്റെ കെമിക്കൽ നെയിം. ആസ്പിരിൻ എന്ന് പറയുന്നത് ആദ്യത്തെ വേദന സംഹാരിയാണ്, ഒരു അനാൾജസിക് ആണ് ആസ്പിരിൻ എന്ന് പറയുന്നത്. വണ്ടർ മെഡിസിൻ എന്നറിയപ്പെടുന്നത് ആസ്പിരിനാണ്. അതുപോലെ സോഡിയം തയോസൾഫേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹൈപ്പോ എന്ന പേരിൽ അറിയപ്പെടുന്ന രാസവസ്തുവാണ്. ഹൈപ്പോ, തയോ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നതാണ് സോഡിയം തയോസൾഫേറ്റ്. ഇത് ഫോട്ടോഗ്രാഫിക് ഫിലിമുകളിൽ ഫിക്സറായിട്ട് ഉപയോഗിക്കുന്നുണ്ട്.
പിന്നെ ആൻറ്റിഡോട്ടായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഹൈപ്പോ. മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് എന്ന് പറയുന്നത് അജിനോമോട്ടോയാണ് മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ചൈനീസ് സാൾട്ട് എന്നറിയപ്പെടുന്നു. ഇത് ഫാസ്റ്റ് ഫുഡുകളിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. പലതരത്തിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള രുചിഭേദങ്ങൾ നമ്മുടെ നാവിൽ ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നതാണ് മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ്. പക്ഷേ ഇത് ആരോഗ്യത്തിന് വളരെ ദോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതാദ്യമായിട്ട് ഉപയോഗിച്ചു തുടങ്ങിയത് ജപ്പാൻകാരാണ്. MSG മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് അല്ലെങ്കിൽ അജിനോമോട്ടോ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഭക്ഷണ വസ്തുക്കളിലാണ്, പ്രത്യേകിച്ചും ഫാസ്റ്റ് ഫുഡ് വിഭവങ്ങളിലാണ് ഇത് ഉപയോഗിക്കുന്നത്. നാവിലെ സ്വാദുമുകുളങ്ങളെ ഉദ്ദീപിപ്പിക്കാനായിട്ടുള്ള പ്രത്യേക കഴിവ് ഈ രാസവസ്തുക്കൾക്കുണ്ട്. ചൈനീസ് സോൾട്ടും എന്നറിയപ്പെടുന്നു. കെമിക്കൽ നെയിം ഓഫ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ഓപ്ഷൻസ്: കാൽസ്യം സൾഫേറ്റ്, കാൽസ്യം ഓക്സൈഡ്, കാൽസ്യം ഫോസ്ഫേറ്റ്, കാൽസ്യം കാർബണേറ്റ്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കാൽസ്യം സൾഫേറ്റ്. കാൽസ്യം സൾഫേറ്റ് ആണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്നറിയപ്പെടുന്നത്. ജിപ്സത്തിനെ 125 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കുമ്പോഴാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ലഭിക്കുന്നത്. ഇതിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ജിപ്സത്തിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോർമുലയിൽ CaSO4 2H2O എന്നാണ്. CaSO4 2H2O ആണ് ജിപ്സം. ഇതിന് 125 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കുമ്പോൾ ലഭിക്കുന്നതാണ് കാൽസ്യം സൾഫേറ്റ് തന്നെയാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. പക്ഷേ അത് CaSO4 ½ എന്നാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ രാസനാമം ഇങ്ങനെയാണ് എഴുതുന്നത്. ഇത് മുമ്പ് ഒരു പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളതാണ്. ജിപ്സം പ്ലാസ്റ്റർ ഓഫ് പാരീസ് രണ്ടിനും കെമിക്കൽ നെയിം ചോദിച്ചാൽ കാൽസ്യം സൾഫേറ്റ് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഫോർമുല എഴുതുമ്പോൾ 2H2O എന്നുള്ളത് ജിപ്സം, ½ എന്ന് വരുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. പിന്നെ പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ ഉപയോഗങ്ങൾ പ്രതിമകളുടെ നിർമ്മാണത്തിന്, അതുപോലെ കയ്യോ കാലോ അസ്ഥികളിൽ ഒടിവ് സംഭവിക്കുമ്പോൾ നമ്മൾ ബാൻഡേജ് ഇടുന്നത്, അതൊക്കെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിച്ചിട്ടാണ്. അടുത്ത കാൽസ്യം ഓക്സൈഡ് എന്ന് പറയുന്നത് അതാണ് നീറ്റ് കക്ക. കാൽസ്യം ഓക്സൈഡ്, കാൽസ്യം കാർബണേറ്റ് നമുക്കറിയാം. കക്ക, മുട്ടത്തോട്, പവിഴപ്പുറ്റ്, ചുണ്ണാമ്പ് കല്ല്, മാർബിൾ, ചോക്ക്, ഇതെല്ലാം തന്നെ കാൽസ്യം കാർബണേറ്റ് ഉദാഹരണങ്ങളാണ്. ഈ കക്ക നമ്മൾ ചൂടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നീറ്റ് കക്കയായിട്ട് മാറും. കാൽസ്യം കാർബണേറ്റ് ചൂടാക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിടുന്നു. അപ്പോൾ ബാക്കി വരുന്നത് കാൽസ്യം ഓക്സൈഡ് ആണ്. അതാണ് നീറ്റ് കക്ക. ഇനി നീറ്റ് കക്കയിൽ വെള്ളം ചേർക്കുമ്പോഴാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് അഥവാ കുമ്മായായിട്ട് മാറുന്നത്. ഇനി കാൽസ്യം ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ അസ്ഥികളിൽ കാണപ്പെടുന്ന കോമ്പൗണ്ടാണ്. അസ്ഥികളിൽ അതുപോലെ പല്ലിൽ ഒക്കെ ധാരാളമായിട്ട് കാണപ്പെടുന്ന കോമ്പൗണ്ടാണ് കാൽസ്യം ഫോസ്ഫേറ്റ്. അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോമ്പൗണ്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. ഹു ഇൻവെന്റഡ് പൊളോണിയം? ഓപ്ഷൻസ്: മേരി ക്യൂറി, ഹെൻറി ബെക്കറൽ, ഹംഫ്രി ഡേവി, നൺ ഓഫ് ദീസ്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മേരി ക്യൂറി. മേരി ക്യൂറിയാണ്, അല്ലെങ്കിൽ മാഡം ക്യൂറി എന്ന പേരിൽ അറിയപ്പെടുന്ന മേരി ക്യൂറിയാണ് പൊളോണിയം കണ്ടെത്തിയത്. മേരി ക്യൂറി തന്നെയാണ് റേഡിയവും കണ്ടെത്തിയത്. റേഡിയം പൊളോണിയം റേഡിയേറ്റീവ് ആയിട്ടുള്ള ഈ രണ്ട് എലമെന്റ്സ് കണ്ടെത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് മേരി ക്യൂറിയാണ്. ഹെൻറി ബെക്കറൽ സ്വാഭാവിക റേഡിയോ ആക്ടിവിറ്റി കണ്ടെത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് ഹെൻറി ബെക്കറലാണ്. റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റ് SI യൂണിറ്റ് ചോദിച്ചാൽ അത് ബെക്കറലാണ്. ക്യൂരി എന്ന യൂണിറ്റും റേഡിയോ ആക്ടിവിറ്റിക്ക് പറയുന്നു. ഹംഫ്രി ഡേവി, ഇദ്ദേഹം പല മൂലകങ്ങളും വേർതിരിച്ചെടുത്തിട്ടുണ്ട്. ഹംഫ്രി ഡേവി ഐസൊലേറ്റഡ് പൊട്ടാസ്യം ആൻഡ് സോഡിയം in 1807 ആൻഡ് കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം, മഗ്നീഷ്യം ആൻഡ് ബോറോൺ ഓൺ ദ ഫോളോവിങ് ഇയർ. അതായത് ഇദ്ദേഹമാണ് ഈ മൂലകങ്ങളൊക്കെ വേർതിരിച്ചെടുത്തത്. What will be the color of rubber products when chromium oxide added to it? Options: yellow, white, green, red. ശരിയായ ഉത്തരം ഗ്രീൻ.
ക്രോമിയം ഓക്സൈഡ് ചേർക്കുമ്പോൾ റബ്ബറിൻ്റെ പ്രൊഡക്റ്റുകൾക്ക് ലഭിക്കുന്ന നിറം ഗ്രീനാണ്. ക്രോമിയം എന്ന് പറയുന്നത് അത് ഡി ബ്ലോക്ക് എലമെൻസ് ആണ്. ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ ഒരു പ്രത്യേകതയാണ് കളർഫുൾ ആയിട്ടുള്ള കോമ്പൗണ്ടുകൾ നിർമ്മിക്കുന്നു. ഡി ബ്ലോക്ക് മൂലകങ്ങൾ അഥവാ ട്രാൻസിഷൻ എലമെൻസിൻ്റെ പ്രത്യേകതയാണ് കളർഫുൾ ആയിട്ടുള്ള കോമ്പൗണ്ടുകൾ നിർമ്മിക്കുന്നത്. ഗ്ലാസുകൾക്ക് നിറം നൽകാനായിട്ട് ഉപയോഗിക്കുന്ന രാസവസ്തു, ഓയിൽ പെയിൻറ്, ഇതുപോലെയുള്ള രാസവസ്തുക്കളിലൊക്കെ നിറം നൽകാൻ ഉപയോഗിക്കുന്നത് സംക്രമണ മൂലകങ്ങൾ അഥവാ ട്രാൻസിഷൻ എലമെൻസ് ആണ്. ബ്ലൂ കളർ അഥവാ നീല നിറം ലഭിക്കാനായിട്ട് ചേർക്കുന്നത് കൊബാൾട്ട് സാൾട്ട്സ് ആണ്. കൊബാൾട്ടിൻ്റെ ലവണങ്ങളാണ് നീല നിറം ലഭിക്കാനായിട്ട് ചേർക്കുന്നത്. പർപ്പിൾ നിറം ലഭിക്കാനായിട്ട് മാംഗനീസ് ഡയോക്സൈഡ് ആണ് ചേർക്കുന്നത്. പർപ്പിൾ കളർ മാംഗനീസ് ഡയോക്സൈഡ്. യെല്ലോ കളേഴ്സ് മഞ്ഞ നിറം ലഭിക്കാനായിട്ട് ഫെറിക് സാൾട്ട്സ് ആണ് ഉപയോഗിക്കുന്നത്. ഫെറിക് ലവണങ്ങളാണ് മഞ്ഞ നിറം ലഭിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. വിച്ച് ഈസ് ദ സെക്കൻഡ് മോസ്റ്റ് അബണ്ടന്റ് എലമെന്റ് ഇൻ ദ എർത്ത്സ് ക്രസ്റ്റ്? ഭൂമിയുടെ പുറന്തോടിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: ഓക്സിജൻ, അലുമിനിയം, സിലിക്കൺ, അയൺ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, സിലിക്കൺ. സിലിക്കൺ ആണ് ഭൂമിയുടെ പുറന്തോടിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഓക്സിജനാണ്. ഭൂമിയുടെ പുറന്തോടിൽ ഏറ്റവും കൂടുതൽ മോസ്റ്റ് അബണ്ടന്റ് എലമെന്റ് ഇൻ എർത്ത് ക്രസ്റ്റ് എന്നറിയപ്പെടുന്നത് ഓക്സിജനാണ്. ഭൂമിയുടെ മൊത്തം മാസ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് അയൺ ആണ്. എന്നാൽ ഭൂമിയുടെ പുറന്തോട് മാത്രമാണെങ്കിൽ അത് ഓക്സിജനാണ്. ഇനി അലുമിനിയം എന്ന് പറയുന്നത് ഭൂമിയുടെ പുറന്തോടിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അലുമിനിയം. അയൺ എന്ന് പറഞ്ഞാൽ മൊത്തം ഭൂമിയുടെ മാസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എലമെന്റ് അയൺ ആണ്. ഇവിടെ ഉത്തരം സിലിക്കൺ. സിലിക്കൺ ഡയോക്സൈഡ് അഥവാ സിലിക്ക SiO2 എന്ന രൂപത്തിലാണ് സിലിക്ക ധാരാളമായിട്ട് ഭൂവൽക്കത്തിൽ കാണപ്പെടുന്നത്. മണലൊക്കെ സിലിക്ക എന്ന കോമ്പൗണ്ട് ആണ് മണലിൽ കൂടുതൽ കാണപ്പെടുന്ന കോമ്പൗണ്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് സിലിക്ക ആണ്. അതായത് സിലിക്കൺ ഡയോക്സൈഡ് ആണ് മണൽ എന്ന് പറയുന്നത്. ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കളാണ് സിലിക്ക. അതുപോലെ സിലിക്കൺ ഉപയോഗിക്കുന്നത് ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രീസിലാണ്. അത് അർദ്ധചാലകമാണ് അല്ലെങ്കിൽ ഉപലോഹമാണ്. അതുകൊണ്ട് IC ചിപ്പുകളുടെ നിർമ്മാണത്തിന് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നതാണ് സിലിക്കൺ. ദ കെമിക്കൽ യൂസ്ഡ് ഫോർ ഹിപ്നോട്ടിസം. ഹിപ്നോട്ടിസത്തിന് ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: ബാർബിറ്റൂറിക് ആസിഡ്, ഹൈഡ്രോസയാനിക് ആസിഡ്, നൈട്രിക് ആസിഡ്, ടാനിക് ആസിഡ്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ബാർബിറ്റൂറിക് ആസിഡ്. ബാർബിറ്റൂറിക് ആസിഡ് ആണ് ഹിപ്നോട്ടിസത്തിന് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം ഹിപ്നോട്ടിസം എന്താണെന്ന് നമുക്കറിയാം. അതിനുപയോഗിക്കുന്ന രാസവസ്തു ബാർബിറ്റൂറിക് ആസിഡ് ആണ്. ഇനി ഹൈഡ്രോസയാനിക് ആസിഡ്, പ്രൂസിക് ആസിഡ് എന്നറിയപ്പെടും. മരച്ചീനിയിൽ കാണപ്പെടുന്ന ആസിഡാണ് ഹൈഡ്രോസയാനിക് ആസിഡ്. അതിന് മറ്റൊരു പേരാണ് പ്രൂസിക് ആസിഡ്. നൈട്രിക് ആസിഡ് HNO3. നൈട്രിക് ആസിഡ് വളരെ വീര്യം കൂടിയ ആസിഡാണ്. ഫ്യൂമിംഗ് ആസിഡ് എന്ന് അറിയപ്പെടുന്നത് നൈട്രിക് ആസിഡാണ്. അതായത് പുകയുന്ന ആസിഡ് എന്നറിയപ്പെടുന്നത് നൈട്രിക് ആസിഡാണ്. നൈട്രിക് ആസിഡ് നിർമ്മിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ഓസ്റ്റ്വാൾഡ് പ്രക്രിയ എന്നാണ്. ടാനിക് ആസിഡ് തേയിലയിൽ കാണപ്പെടുന്ന ആസിഡാണ്. അതായത് ആസിഡ് ഓഫ് ടീ, തേയിലയിൽ കാണപ്പെടുന്നത് ടാനിക് ആസിഡാണ്. ബെനഡിക്റ്റ് സൊല്യൂഷൻ ഈസ് യൂസ്ഡ് ടു ചെക്ക് ദ പ്രസൻസ് ഓഫ്. ഓപ്ഷൻസ്: അയഡിൻ, പ്രോട്ടീൻ, ഗ്ലൂക്കോസ്, യൂറിയ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഗ്ലൂക്കോസ്. പ്രമേഹ രോഗികളിൽ അഥവാ ഗ്ലൂക്കോസിന് സാന്നിധ്യം തിരിച്ചറിയാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ബെനഡിക്റ്റ് സൊല്യൂഷൻ. ഇത് മൂത്രത്തിലെ പഞ്ചസാരയുടെ അളവ് തിരിച്ചറിയാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ബെനഡിക്റ്റ് സൊല്യൂഷൻ. ഇനി പ്രോട്ടീൻ്റെ സാന്നിധ്യം തിരിച്ചറിയാനായിട്ട് ഒരു ടെസ്റ്റ് ഉണ്ട്. അത് സാന്തോപ്രോട്ടിക് ടെസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. നൈട്രിക് ആസിഡ് പ്രോട്ടീനുമായിട്ട് പ്രവർത്തിച്ചിട്ട് യെല്ലോ കളറാണ് ഫോം ചെയ്യുന്നത്, ഒരു മഞ്ഞ നിറമാണ് ഉണ്ടാകുന്നത്. അത് സാന്തോപ്രോട്ടിക് ടെസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്.
സ്റ്റാർച്ചിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാനായിട്ട് നമ്മൾ അയഡിൻ ലൈൻ ഉപയോഗിക്കാറുണ്ട്. ഒരു പ്രഷ്യൻ ബ്ലൂ, ഒരു നീല നിറമാണ് അന്നജത്തിൻ്റെ സാന്നിധ്യത്തിൽ അയഡിൻ ലൈൻ ഉപയോഗിക്കുമ്പോൾ ലഭിക്കുന്നത്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ബെനഡിക്റ്റ് സൊല്യൂഷൻ ഉപയോഗിക്കുന്നതാണ്. അത് ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാനായിട്ട് ഉപയോഗിക്കുന്നു. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. എല്ലാ കൂട്ടുകാരും നല്ല രീതിയിൽ തന്നെ റിവിഷൻ നടത്തുക. ഇനിയും അധികം നാളുകളില്ല, കുറേ സമയമുണ്ടെന്ന് വിചാരിക്കരുത്. അപ്പോൾ എല്ലാവരും നല്ല പോലെ തന്നെ പഠിക്കുക, പഠിച്ച് മുന്നേറുക. എല്ലാവർക്കും നല്ല ഒരു മികച്ച സ്കോർ ലഭിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കും. കോൺഫിഡൻസ് പോകേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും സാധിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ അത് കൂടുതൽ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യണം. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അക്കാദമിയിലെ പ്രൊഫൈല് ഫോളോ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സുധീഷ് രാഘവൻ എന്ന പേരിലുള്ള എൻ്റെ പ്രൊഫൈല് ഫോളോ ചെയ്യുക. അതിൽ കൂടുതൽ ക്ലാസ്സുകൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഡെയിലി ന്യൂസ് അനാലിസിസ്, എല്ലാ ദിവസത്തെയും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോകൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും അത് ഫോളോ ചെയ്യുക. അതുപോലെ റേറ്റ് ചെയ്യുക, റിവ്യൂ ചെയ്യുക. നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. നിങ്ങൾ ആദ്യമായിട്ടാണ് PSC 360യുടെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ ഏറ്റവും ആദ്യം ലഭിക്കുന്നതിനായി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക.